പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല. എന്ന് എന്റെ വണ്ടി ഏതോ രണ്ടാൾക്കാർ വന്നാണ്ട് ഇന്ന് ക്യാമറ കൊണ്ട് വന്നാണ്ട് അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ഈ നിഷാന നിങ്ങൾക്ക് അറിയാമോടെ? ഇവനാണ് മറ്റേ അഖിൽ മാരാർ പാലസ്തീനെതിരെ സംസാരിച്ചെന്നും പറഞ്ഞിട്ട് ബോംബ വീഡിയോ ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇവൻ ഒരു ഉടായ്പാണ്, ഇവൻ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ വളച്ചൊടിക്കണമെന്നും പറഞ്ഞിട്ട് ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2.5 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോ ആയിരുന്നത്. അത് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇവന്റെ കാർ ആരോ തല്ലിപ്പൊളിച്ചെന്നും പറഞ്ഞിട്ട് ഇവൻ വന്നു കിടന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാരടാ? കേരളത്തിൽ നമ്മൾ ഇരുന്നിട്ട് ഇവിടെ SFIക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു ഭീഷണി സന്ദേശം പോലും എനിക്കൊന്നും വന്നിട്ടില്ല. അപ്പം യാതൊരുവിധ സ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു സെലിബ്രിറ്റിയാണ് അഖിൽ മാരാർ. അപ്പൊ അഖിൽ മാരാറിനെ പോലെ ആൾക്കെതിരെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കാർ ആരടാ തല്ലിപ്പൊളിക്കണേ എന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നുണ്ടായിരുന്നു. ഇപ്പൊ പുറത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പുള്ളിയൊക്കെ വന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താണ്. ഒരു 17 വയസ്സായ ഒരു ചെറുക്കനെ വെച്ചിട്ട് ഒരു ഫേക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്താണെന്നാണ് പറയുന്നത്. എടാ ഇത് ഞാൻ അന്നേ എന്റെ ഒരു കമന്റിൽ ഒരു പയ്യൻ ചോദിച്ചിരുന്നു, ഇപ്പൊ ഏറി പോകുന്നു. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഏറി പോകുന്നൊക്കെ ഞാൻ കമന്റ് ചെയ്തിരുന്നു. അപ്പൊ അതാണ് സംഭവം റിയലി സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ചുക്കാൻ പിടിച്ചത് ഷാജഹാൻ മലപ്പുറം. ഈ മലപ്പുറത്തെല്ലാം ഇങ്ങനെയാണ് എനിക്ക് അറിഞ്ഞൂടാത്തൊന്ന് ചോദിക്കുകയാണ്. മലപ്പുറത്ത് ഷാജഹാനൊക്കെ ഇതിന് ചുക്കാൻ പിടിച്ച് അതിന് വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി യാതോ ഒരുത്തനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് അടിക്കുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പക്ക വർഗീയതയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ പേരിൽ നാട്ടിൽ വർഗീയത പരത്തിയതിന് ശരിക്കും കേസെടുക്കേണ്ട ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു മുസ്ലിം യുവാവിനെ കുറെ ഹിന്ദുക്കൾ വന്ന് ആക്രമിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ പോവേണ്ട ഒരു പക്കാ സംഭവമാണ്. 4 കമന്റിനും 4 ലൈക്കിനും വേണ്ടിയിട്ട് ഈ മാതിരി ഡ്രാമ പരിപാടികളൊക്കെ ചെയ്യുന്നവര് സൂക്ഷിക്കുക എന്നാണ് എനിക്കിവിടെ പറയേണ്ടത്.